ജൂൺ മാസം 17-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട്, ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് നൽകുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ച വായിച്ചതുപോലെ 2 വേദഭാഗങ്ങളിൽ നമ്മുടെ ബൈബിൾ പഠനത്തോടുള്ള ബന്ധത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിനും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് അവിടുത്തെ സന്നിധിയിലാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം കൂടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൻ്റെ വചനം യഥാർത്ഥമായ വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനായിരിക്കാൻ ശ്രമിക്കുക. ഇതിനോട് ബന്ധപ്പെട്ട് ഇന്നത്തെ തിരുവചന വായനക്കാരെ എടുത്തിരിക്കുന്ന വേദഭാഗം 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞു ഉപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല. താനും ന്യായപ്രമാണമോ നീതിമാനല്ല. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹത്താക്കൾ, മാതൃഹത്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളം സത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റു ഏതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് എന്ന് നാം അറിയുന്നു. 11-ാം വാക്യം, ഈ പരിജ്ഞാനം എങ്കൽ വരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസരണമായതു തന്നെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകുന്ന ഓരോ അവസരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. തക്കത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിക്കണമേ. ഇത് മനസ്സിലാക്കുവാൻ എൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അത് വായിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സുവിശേഷം, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദൈവവചന പഠനവും അത് പഠിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. തിരുവചനത്തിൻ്റെ പ്രാധാന്യം നാം പഠിച്ചു വരുന്ന എബ്രായ ലേഖനത്തിൽ തന്നെയുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ മുഖവരെയാണ് നാം പഠിച്ചു വരുന്നത്. എന്നാൽ ഇത് എങ്ങനെ പഠിപ്പിക്കണം, എപ്രകാരം പഠിപ്പിക്കണം, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ദൈവവചനത്തിൽ നമുക്ക് ശക്തമായ ഉപദേശങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കാനിടയായത്. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ദൈവം സദാകാലവും സകലത്തെ അറിയുന്നവനാണ്. ദൈവത്തിന് നമ്മൾ ചെയ്യുമ്പോഴെല്ലാം അറിയാം, അതിന് മുമ്പേ തന്നെ അറിയാം, ആദ്യം മുതൽ അന്ത്യം വരെ.
അവന് അറിയാവുന്ന ദൈവമാണ്. ആ പ്ലാനാണ് നമുക്ക്, അവൻ്റെ അറിവിലുള്ള പ്ലാനാണ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ദൈവവചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വെളിപ്പാട് ചരിത്രത്തിൽ വെളിപ്പെടുത്തിയതാണ് ദൈവവചനം. അപ്പം അങ്ങനെ, എന്നാൽ ദൈവം എല്ലാം അറിയുന്നവനാണ് എങ്കിലും എന്നാൽ മനുഷ്യഹൃദയങ്ങളെ വിവേചിക്കുന്ന ദൈവവചനമാകുന്നു. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും വികാരങ്ങളും നമ്മൾ എന്ത് പറയാൻ പോകുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. എന്നാൽ നമുക്ക് ഗുണമുള്ള കാര്യങ്ങൾ അത് ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. നമ്മുടെ പാപ സ്വഭാവം എങ്ങനെയാണ്, പാപം എന്താണ്, നമ്മളെങ്ങനെ മാറണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളെ വിവേചിക്കുന്നത്, അതിനുള്ള ഉപകരണമാണ് ദൈവവചനം. അതിൽ നമുക്കറിയാം ഏറ്റവും വ്യക്തമായ തെളിവാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാരകനായി വന്നു എന്നുള്ളത്. അതുകൊണ്ട് ദൈവവചനമാണ് ഈ ലോക ജീവിതത്തെയും വരാനുള്ള ജീവിതത്തെയും നിയന്ത്രിക്കുന്നതെങ്കിൽ, ദൈവവചനമാണ് ഈ ലോക ജീവിതത്തെയും വരാനുള്ള ജീവിതത്തെയും നിർവചിക്കുന്നതെങ്കിൽ, തിരുവചനം എത്രയോ ഹൃദ്യമായിട്ട് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം ഇന്ന് ദൈവിക വെളിപാടുകളിൽ തീരുമാനിക്കപ്പെടുന്നുവെങ്കിൽ, ഒരു പാപിയായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ദൈവസന്നിധിയിലുള്ള നീതീകരണം, അവൻ്റെ വിശുദ്ധീകരണം, അവൻ്റെ തേജസ്കരണം, ഇത് ദൈവവചനമാണ് തീരുമാനിക്കുന്നതെങ്കിൽ തിരുവചന പഠനം എത്രയോ പ്രധാനമാണ് എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. മനുഷ്യകുലം ദൈവത്തോടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. നമ്മൾ വായിച്ചു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകുന്നു. ഈ ദൈവത്തോടാണ്, ഈ വചനം തന്ന ദൈവത്തോടാണ് നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത്. ദൈവവചനപ്രകാരം ദൈവത്തോടാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്. പള്ളിയിൽ അച്ഛനോടല്ല, മെത്രാനോടല്ല, പോപ്പിനോടല്ല, ഒരു സംഘടനയോടും അല്ല, നമുക്ക് ശമ്പളം തരുന്നവരോടല്ല, ദൈവത്തോടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച കണക്ക് ബോധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ദൈവവചനം, ദൈവവചനം, ദൈവത്തിലെ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ അത് നിത്യമായ പ്രത്യാഘാതങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടി വരും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളിവിടെ വായിച്ച വേദഭാഗത്ത് ഓർക്കുമ്പോൾ അതിന് 1 തിമോത്തി 1:3 നാം വായിച്ചതുപോലെ ഇവിടെ പറയുന്നത്, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല. അപ്പോൾ വിശ്വാസമെന്ന വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ മാർഗം. അത് വെളിപ്പാടിലൂടെ നമുക്ക് നൽകുകയും അത് തിരുവചനത്തിൽ എഴുതി രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും ചെയ്ത ദൈവമാണ്. അവനോടാണ് നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത്. ആയതിനാൽ ദൈവവചനം പഠിപ്പിക്കുന്നതും പ്രധാന വിഷയമാകുന്നു. ദൈവത്തിന് എല്ലായ്പ്പോഴും എല്ലാം തുറന്നു കാണുന്നു. എന്നാൽ ദൈവവചനം ഹൃദയത്തെ വിവേചിക്കാനുള്ള മാനദണ്ഡം ആകുന്നു. അതുകൊണ്ടാണ് നാം ദൈനംദിന ജീവിതം ഇത് വായിക്കേണ്ടത്. എന്നാൽ ഇത് പലരും വായിക്കാത്തത്, ഇത് നമ്മളെ കുറ്റം ബോധ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഒരു ദൈവത്തിൻ്റെ വെളിപ്പാടാണ് ദൈവവചനം. അതുകൊണ്ട് ഇത് മടക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ സത്യം അറിയും, നമ്മുടെ മാനസാന്തരപ്പെടേണ്ടി വരും, നമ്മുടെ ജീവിത ശൈലി മാറേണ്ടി വരും, നമ്മുടെ പല കാര്യങ്ങളിലും വ്യത്യാസം വരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതാരും വായിക്കാൻ തയ്യാറില്ല. ഇതാണ് നമ്മൾ 2 തിമോത്തി 2:15 പ്രാധാന്യം. അതാണ് വായിക്കാൻ കാരണം. ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി വിഭാഗിക്കണം, അത് പഠിപ്പിക്കണം. അതാണ് എന്നെപ്പോലുള്ള പഠിപ്പിക്കുന്നവരുടെ ഉദ്ദേശം അതായിരിക്കണം. അത് ഏറ്റവും വിശ്വസ്തരായി ചെയ്യണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദൈവം തരുന്ന കൃപയ്ക്കൊത്തോണം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിലാണ് നാം 1 തിമോത്തി 3:11 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനിടയായത്. അതിൽ 1:10 പറയുന്നത് പഥ്യോപദേശം, സൗണ്ട് ഡോക്ടറിൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തന്നെ മൊത്തത്തിൽ ആരോഗ്യം നൽകുന്ന സൗണ്ട് ഡോക്ടറിൻ എന്നാണ് അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിനാണ് പഥ്യോപദേശം
എന്ന് ഇവിടെ 10-ാം വാക്യത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റ് എന്ന് പറയുന്ന വിപരീതമായ സുവിശേഷം, യേശുക്രിസ്തുവിനും വിശ്വാസ സംഹിതകൾക്കും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾക്കും അന്യമായിട്ടുള്ള ഉപദേശങ്ങൾ അത് പഥ്യോപദേശമല്ല, അത് ദുരുപദേശമാണ് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതാണ് 2 തിമോത്തി 2:15 വാക്യം വീണ്ടും ഈ ആഴ്ച വായിക്കാനിടയായത്. ദൈവത്തിൻ്റെ പദം യഥാർത്ഥമായി വിവാഹിച്ച് പഠിപ്പിക്കണം. അതിൽ 1:10 പഥ്യോപദേശം ശരിയായ ഉപദേശത്തിൻ്റെ മാനദണ്ഡം ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷമാണ്. അത് വളരെ പ്രധാനപ്പെട്ട 1 തിമോത്തി 1:11 വാക്യം. 11 വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഈ പരിജ്ഞാനം എങ്കിൽ ബലമേൽപ്പിച്ചതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന്. പൗലോസ് അപ്പോസ്തലനെ ഈ സുവിശേഷം ബലമേൽപ്പിച്ച ആ കാര്യം പറയുവാണ് ഇവിടെ. എന്നെ ബലമേൽപ്പിച്ചിരിക്കുന്നതായ ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം, അതാണ് എൻ്റെ മാനദണ്ഡം. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തില്ല എങ്കിൽ നിത്യമായ ലജ്ജിക്കേണ്ടി വരും. അത് പഠിക്കുന്നവരും പഠിപ്പിച്ചിട്ട് അത് വിശ്വസിക്കാത്തവരും കേട്ടിട്ട് വിശ്വസിക്കാത്തവരും അത് അവർക്ക് ഗുണകരമായിരിക്കില്ല, ദോഷകരമായിരിക്കും എന്നുള്ളത് ദൈവവചനത്തിൻ്റെ സാക്ഷ്യമാണ്. ഇവിടെ ശരിയായ ഉപദേശത്തിൻ്റെ മാനദണ്ഡം അത് ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷമാണ്. 1 തിമോത്തി 1:11. അതുപോലെ തന്നെ ഗലാത്യർ 2:5 വാക്യത്തിലും ഇതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അതിൻ്റെ 5-ാം വാക്യത്തിൽ സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴിയും കൊടുത്തില്ല. ഒരു അപ്പോസ്തലൻ പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാരായിരുന്ന പത്രോസിനോടും യാക്കോബിനോടും മറ്റ് ദൈവത്തിൻ്റെ സഭയുടെ തൂണ് എന്ന് പറയുന്ന അവരോട് പോലും സുവിശേഷത്തെ സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പൗലോസ് തയ്യാറായിരുന്നു. കാരണം അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള വെളിപ്പാട് ലഭിച്ച ഇത് പൗലോസിനായിരുന്നു. അപ്പം അതുകൊണ്ട് 2:5 ഈ മഹത്വമുള്ള സുവിശേഷമാണ് ഇതിൻ്റെ എല്ലാം മാനദണ്ഡം. അതിനോട് ബന്ധപ്പെട്ട ഉപദേശങ്ങളെ ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ ആയിരിക്കുകയുള്ളൂ. അതാണ് പഥ്യോപദേശം. അത് വിശ്വാസം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെ ദൈവവചനം പഠനം ഉത്സവത്തോടെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തി വചനങ്ങൾ നമ്മൾ 2 തിമോത്തി 2:15 പഠിക്കുമ്പോൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബി ഡിലിജൻറ്റ് ടു ഷോ യുവർ സെൽഫ് എന്നാണ്. ടു ബി ഡിലിജൻറ്റ്, നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. അത് കൽപ്പനയാണത്. ദൈവവചന പഠനം അത് ലാഘവബോധം ഇഷ്ടം പോലെ ചെയ്യാവുന്നൊരു കാര്യമല്ല. അതിന് വളരെ ഡെഡിക്കേറ്റഡായിട്ട് നമ്മുടെ വിളിയും എല്ലാം നമ്മൾ പരിശോധിച്ച് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. കാരണം എന്താണത്? ഇത് മനുഷ്യരുടെ രക്ഷയ്ക്കും അല്ലെങ്കിൽ ശിക്ഷയ്ക്കും അത് കാരണമായി തീരും. അതുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ഉത്സാഹത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉത്സാഹത്തോടെ ചെയ്യണം. കാരണം ദൈവവചനം പഠനം ഉത്സാഹത്തോടെ ചെയ്യണമെന്ന് ദൈവവചനം കൽപ്പിക്കുകയാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഇത് പഠിപ്പിക്കുന്നവരും ഉപദേശിക്കുന്നവരും പ്രസംഗിക്കുന്നവരും അത് ഉത്സാഹത്തോടു കൂടി ചെയ്യണം എന്നുള്ളത് ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുന്നു. പഠിപ്പിക്കുന്ന പലരെയും ഓർപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആര് പഠിപ്പിക്കണം എന്നുള്ളതും വേദോസിൽ പറയുന്നുണ്ട്. 2 തിമോത്തി 2:2 നമ്മൾ വായിക്കുമ്പോൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ വരമേൽപ്പിക്കണം. അപ്പം ഈ തിമോത്തിയോസിനോട് എഴുതുമ്പോൾ പറയുകയാണ്, തിമോത്തിയോസ് നീ എന്നിൽ നിന്ന് കേട്ട വചനം, അതാണ് അപ്പസ്തോലിക ഉപദേശങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അത് ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ സഭ പറയുന്നതോ സഭകൾ പറയുന്നതോ സംഘങ്ങൾ പറയുന്നതോ അല്ല നമുക്ക് ബാധകമായിരിക്കുന്നത്. അപ്പസ്തോലിക ഉപദേശം, ദൈവവചനത്തിലുള്ള അപ്പസ്തോലിക ഉപദേശങ്ങൾ അതായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതാണ് തിമോത്തിയോസ് അപ്പസ്തോലനായ പൗലോസിൽ നിന്ന് കേട്ടത്. എന്നിട്ട് പറയുകയാണ്, അത് എന്ത് ചെയ്യണം? അത് വിശ്വസ്തരെ അത് പരമേൽപ്പിക്കണം. വിശ്വസ്തരെ. അപ്പോൾ ആരാണ് വിശ്വസ്തര്? ഈ കാര്യങ്ങൾ വിശ്വസിച്ചവർ.
അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അങ്ങനെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പസ്തോലിക ഉപദേശം പഠിപ്പിക്കണം. അതെന്നാ എന്നോട് കേട്ടതെല്ലാം അപ്പസ്തോലനായ പൗലോസിനോട് കേട്ടത്. അതുപോലെ തന്നെ പത്രോസും പൗലോസും ലൂക്കോസും ഒക്കെ എഴുതിയ ലേഖനങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതിൽ ഉപദേശങ്ങളാണ്. പ്രത്യേകിച്ച് പുതിയ നിയമ ഉപദേശങ്ങൾ. നമ്മൾ പുതിയ നിയമസഭയാണ് എന്ന് നമ്മൾ ഓർത്ത് ഈ ഉപദേശങ്ങൾ നമ്മൾ അപ്പസ്തോലിക ഉപദേശങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കണം. അത് വിശ്വസ്തരായിരിക്കും. അതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് അവകാശമില്ല. അതെല്ലാം ശിക്ഷാർഹമാണ് ദൈവസന്നിധിയിൽ. അതുകൊണ്ട് വിശ്വസ്തത എന്നുള്ളത് പഠന സംബന്ധമായ കാര്യങ്ങൾ വളരെ ശ്രേഷ്ഠമായ ഒരു ഉപദേശമാണ്. അതുപോലെ ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണം. അത് നമ്മളിതിനെ ട്രെയിൻ ചെയ്യണം. മൂലഭാഷകളിലും അതിനോട് ബന്ധപ്പെട്ട ഗ്രാമറും അതിനകത്തുള്ള സിൻടാക്സും അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്താൽ മാത്രമേ നമുക്ക് അത് വാസ്തവമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഹയർ ക്രിറ്റിസിസം, ലോവർ ക്രിറ്റിസിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് ഉപദേശങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്പമായെങ്കിലും നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്ന് ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുകയാണ്. എന്നാൽ മിക്ക സഭകളിലും ഇതൊക്കെയാണ് ദൈവവചനം പറയുന്നതെങ്കിലും മിക്ക സഭകളിലും ശമ്പളക്കാരാണ് ഉപദേശിക്കുന്നത്. ഒരാളെ റിക്രൂട്ട് ചെയ്ത് അവനെ പഠിപ്പിച്ച് അവനോട് ഉപദേശമാക്കി അവനെ വിടുകയാണ്, ശമ്പളം കൊടുത്ത് വിടുകയാണ്. അപ്പോൾ അവനെന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. അവരെ പഠിപ്പിച്ചതും അവരാരാണ് ശമ്പളം തരുന്നതോ അവരുടെ ഇഷ്ടാനുസരണം അവർ പഠിപ്പിക്കുന്നു. അതിൽ ദൈവത്തിൻ്റെ മഹത്വമായ സുവിശേഷമോ വിശ്വാസമെന്ന വ്യവസ്ഥയോ വിശ്വസ്തത എന്ന കാര്യമോ സമർത്ഥരായ ഉപദേശകന്മാരോ അല്ല എന്നുള്ളത് വളരെ നമ്മൾ ദുഃഖത്തോടെ ഓർക്കുകയാണ്. അങ്ങനെ ഈ ശമ്പളക്കാരായ ഉപദേശകന്മാരിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇപ്രകാരം ദൈവന ശുശ്രൂഷ ഗൗരവമുള്ള ദൈവിക ശുശ്രൂഷയാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങളുടെ സഭ ഇങ്ങനെയുള്ള ശുശ്രൂഷ തുടങ്ങുന്ന കാലത്ത് എഴുതിയ ഫണ്ടമെൻ്റൽസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ഒരു കാര്യം ഞാനത് അന്ന് എനിക്ക് ബോധ്യമായ കാര്യമാണ്. ദൈവത്തിൻ്റെ നിത്യമായ കാര്യങ്ങൾ, സ്വർഗം നരകം എന്നുള്ള കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാണ് സുവിശേഷകന്മാർ, ഉപദേശകന്മാർ, ദൈവവചനം പഠിപ്പിക്കുന്നവർ. എത്രയോ ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുകയാണ്. അതുപോലെ കേൾവിക്കാർക്കും ദൈവത്തോടും ദൈവവചനത്തോടും എത്ര കൂറ് നമുക്കുണ്ടായിരിക്കണം എന്ന് ഞാൻ നന്നായി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രധാന അടിസ്ഥാനങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട 1-2 വാക്യങ്ങളാണ് എബ്രായ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ അവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? ദൈവം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മൾ അരുളി ചെയ്തിരിക്കുന്നു. ഇത് ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ദൈവത്തെക്കുറിച്ചുള്ള ദൈവം സംസാരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം പ്രവാചകന്മാരോട് പിതാക്കന്മാരോട് സംസാരിച്ചു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സംസാരിക്കുന്ന ദൈവം, സംസാരിച്ച ദൈവം തന്നെ പദ്ധതിയും വീണ്ടെടുപ്പ് പദ്ധതിയും തൻ്റെ മഹത്വനായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും, അതിൻ്റെ പുത്രൻ എങ്ങനെയാണ് വരുന്നത്, പുത്രനിലൂടെയുള്ള രക്ഷ, ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്ന് അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട, ഇത് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയും. കാരണം ഇത് ഒരാളിലൂടെ ഒരിക്കൽ തന്നൊരു കാര്യമല്ല. ദീർഘകാലം, ഏകദേശം 1400 വർഷം കൊണ്ട് 40-ൽ പരം എഴുത്തുകാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിവിധ ഭാഷകളിൽ, വിവിധ സാഹചര്യങ്ങൾ, വിവിധ സംസ്കാരങ്ങളിലുള്ള മനുഷ്യരെ കൊണ്ട് എഴുതിപ്പിച്ച ദൈവവചനമാണ് നാം പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു പുസ്തകമാണ് എന്ന് ഞാൻ എന്നതിന് എബ്രായ ലേഖനത്തിൻ്റെ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒന്നാമതായി ദൈവത്തിൻ്റെ പ്രാധാന്യം.
അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവേക സത്തയിൽ 3 തുല്യ വ്യക്തികളാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പുത്രൻ പൂർണ്ണ ദൈവികത്വമുള്ളവനാണ്. അതിന് 1-3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ 2 വാക്യത്തിൽ 2 ഭാഗം, അവനെ താൻ സകലത്തിനും അവകാശമായി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ലോകത്തെ ഉണ്ടാക്കിയത് ആരാണ്? പുത്രനാണ്. അവനെക്കുറിച്ച് പറയുന്നത്, പുത്രനെക്കുറിച്ച്, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനും ആകൊണ്ട്. ഇത് അവൻ പൂർണ്ണ ദൈവമാണ് എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അടിസ്ഥാനമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസങ്ങൾ, ദൈവം ആര്? അവൻ ഏകസത്യയിൽ 3 തുല്യ വ്യക്തികളുള്ളതാണ്. പുത്രൻ പൂർണ്ണ ദൈവികത്വമുള്ളവനാണ്. പുത്രൻ മുഖാന്തരം സൃഷ്ടി. പുത്രൻ മനുഷ്യത്വം സ്വീകരിച്ച് എന്ത് ചെയ്തു? അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അത് പ്യൂരിഫിക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പാപ പരിഹാരം, അതിന് ക്ലീൻസിങ് ആവശ്യമാണ്, പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. നമ്മൾ കഴുകി ശുദ്ധി, നമ്മൾ പാപത്താൽ അശുദ്ധിയുള്ളവരാണ്, അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരണവും ആവശ്യമാണ്. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എബ്രായലേഖനം നാം പഠിക്കുമ്പോൾ, രക്ഷയുടെ ദൈവശാസ്ത്രം സംബന്ധിച്ച് പഠിക്കുമ്പോൾ അതിന് രക്ഷാവിജ്ഞാനി എന്നെല്ലാം പേരുകളുണ്ട്. രക്ഷാവിജ്ഞാനീയം, ദൈവവചനത്തിൽ രക്ഷയെക്കുറിച്ച് നമ്മൾ എന്തു പറയുന്നു, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ എന്താണ്? മനുഷ്യാവതാരത്തിൽ പുത്രൻ പാപങ്ങൾക്ക് ശുദ്ധീകരണം നടത്തി മഹിമയിൽ പ്രവേശിച്ചു. അത് 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. ആകൊണ്ട് എന്താകൊണ്ട്? അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയിൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് വാതിരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. മനുഷ്യാവതാരത്തിൽ സംഭവിച്ച വിജയത്തിന് ശേഷം അവൻ മഹിമയിൽ പ്രവേശിച്ചു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് സന്നിഹിതനാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആ ശുശ്രൂഷ, അവൻ്റെ പൗരോഹിത്യം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അത് മാത്രമല്ല, 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായരിൽ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവിടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തി. 17-ാം വാക്യം, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരുനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശന്മാരായി തീരുവാൻ ആവശ്യമായിരുന്നു. അവൻ പൂർണ്ണ മനുഷ്യനായിട്ടാണ് മനുഷ്യാവതാരം നടത്തിയത്. പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി, പെർഫെക്റ്റ് ഡിവിനിറ്റി, പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി, പൂർണ്ണ ദൈവികത്വം, പൂർണ്ണ മനുഷ്യത്വമുള്ള സംയോജിച്ച, എന്നാൽ കലർപ്പില്ലാതെ, ഈ 2 പ്രകൃതിയും കലർപ്പില്ലാതെ അത് നിലനിർത്തിക്കൊണ്ട്, ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അതുമാത്രമല്ല, 10-ാം അധ്യായത്തിന് 28-ാം വാക്യത്തിൽ അവൻ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവശാസ്ത്രം, രക്ഷയോടുള്ള ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ കഴുകൽ ആവശ്യമാണ്, ശുദ്ധീകരണം. അതുപോലെ ഇവിടെ വായിച്ചതുപോലെ നമുക്ക് പ്രായശ്ചിത്തം ആവശ്യമാണ്. നമ്മുടെ പാപങ്ങൾ ചുമക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മുടെ മനുഷ്യരാശിയുടെ പാപങ്ങളെ ചുമന്ന് കാൽവരി ക്രൂശിൽ കയറി അവിടെ ചുമന്ന് അവിടെ പരിഹാരം വരുത്തി. നിങ്ങളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് എത്രയോ ഈ എബ്രായലേഖനം പറയുന്ന പോലെ നമ്മുടെ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഇനി അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഒരുവൻ, ദൈവപുത്രനായ യേശു ക്രിസ്തു തൻ്റെ മനുഷ്യൻ ചെയ്തു തീർത്തു എന്നുള്ളത്, അത് ഫുൾഫിൽഡ് ആണത്, നിവൃത്തിയാക്കിയിരിക്കുക. അതുകൊണ്ട് ആശ്വാസമുണ്ട്. അതിനുവേണ്ടി നമുക്കിനി ശ്രമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മതങ്ങളോ നമ്മളെ കൊണ്ട് പണി ചെയ്യിക്കുക. വർഷാവർഷം എത്രയോ ചുമടാണ് നമ്മൾ ചുമക്കേണ്ടത്. അപ്പോൾ അത് 10-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പാപങ്ങൾ ഒരിക്കലും അർപ്പിക്കട്ടെ. ഓഫറിങ് ആവശ്യമായിരുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിന് സംപ്രീതനാകണം. ദൈവത്തിന് തൃപ്തി വന്നാൽ മാത്രമേ അവൻ്റെ ആ അർപ്പണത്തിൽ ദൈവത്തിന് തൃപ്തി വന്നാൽ മാത്രമേ നമ്മുടെ രക്ഷ സാധ്യമായുള്ളൂ. അതായി അതിൻ്റെ ഉള്ള ലക്ഷണമായിരുന്നു അവൻ്റെ 3-ാം ദിവസം അവൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽച്ചു. അങ്ങനെ എബ്രായനെ പഠിച്ചു വരുമ്പോൾ വിവിധ ഉപദേശങ്ങൾ വെളിപ്പാടിനായ വിശ്വാസ സമൂഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതൊരു കൂട്ടത്തിനൊന്നും ലഭിച്ചതല്ല.
ഈ സഭ എന്ന് ഈ നാമധേയ ക്രിസ്ത്യാനികൾക്കൊന്നും ഇത് കൊടുത്തിട്ടില്ല. ഇത് വിശുദ്ധന്മാർക്ക് കൊടുത്തതാണത്. ഒരിക്കലായി ബരമേൽപ്പിച്ചതാണ്. അവർ ഈ കാര്യങ്ങൾ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ ആദ്യം വായിച്ചതുപോലെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് വായിച്ചതുപോലെ പ്രോഗ്രസീവ് റെവലേഷൻ, ദൈവം പണ്ട് ഭാഗമായി പ്രവാചകൻ പിതാക്കന്മാരോട് സംസാരിച്ചു. അത് പഴയ നിയമമാണ്. അതിൽ പുതിയ നിയമം അത് പുത്രനിലൂടെ അയച്ചു. അത് നമ്മളോട് സംസാരിച്ചു, അത് സൂക്ഷിക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകം അതോടുകൂടി അത് നൽകിയതോടുകൂടി വെളിപ്പാടുകൾ അവസാനിച്ചു. അതുകൊണ്ട് ഇത് ദൈവിക വെളിപ്പാട് ബൈബിൾ ചരിത്രത്തിൽ പുരോഗമിച്ചു. ഒരു പുരോഗമനം ഉണ്ടായിരുന്നു. എന്നാൽ അത് ദൈവിക പദ്ധതിയും ഉദ്ദേശവും വെളിപ്പെടുത്തി വെളിപ്പാടുകൾ അവസാനിച്ചു. അതാണ് ശരിയായിട്ടുള്ള ഉപദേശം. ഈ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയുന്നത് അതിന് നമുക്ക് എബ്രായർ 1-ന്റെ 1-2 വാക്യങ്ങൾ, പിന്നെ നമ്മൾ എബ്രായർ വായിക്കുമ്പോൾ അത് നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരുമ്പോൾ ഏകദേശം 2000 വർഷങ്ങൾ BC, കർത്താവ് യേശുവിൻ്റെ വരവ് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് മോശ ആദ്യ ന്യായപ്രമാണം എഴുതുന്നത്. തുടർന്ന് നമ്മൾ ദാവീദിൻ്റെ കാലത്തൊക്കെ വരുമ്പോൾ സങ്കീർത്തന പുസ്തകങ്ങൾ അത് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വെളിപ്പെടുത്തിയ ന്യായപ്രമാണം അത് 5 പുസ്തകങ്ങളാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ബുക്സ്. അതിനോട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷം, ഉപയോഗിച്ചതിന് ശേഷം, അതിനെ ഉദ്ധരിച്ചതിന് ശേഷം ഈ എഴുത്തുകാരൻ എബ്രായ എഴുത്തുകാരൻ പറയാണ്, ഏറെ നാളുകൾക്ക് ശേഷം ഇതാ ദൈവം പരിശുദ്ധാത്മാവിൽ ദാവീദിൽ സംസാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് ഞാൻ പറയുന്നത്. ഒരിക്കൽ മാത്രമല്ല, ഒരാളോട് മാത്രമല്ല, അത് ദുരുപദേശമാണ്. ദൈവം ഉദ്ദേശിച്ച പോലെ മനുഷ്യരിലൂടെ, പ്രവാചകന്മാരോട്, പിതാക്കന്മാരോട് സംസാരിച്ചിട്ട് അന്ത്യകാലത്ത് പുത്രനോട് സംസാരിച്ചിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം. ഏകദേശം 1400 വർഷം 40-ലധികം രചയിതാക്കൾ ഒരു വ്യക്തിയിലെ ഒരു പ്രവാചകനം വഴി സമ്പൂർണ്ണ വെളിപ്പാട് ലഭിച്ചു എന്നുള്ളത് അത് ദുരുപദേശമാണ്. ഒരുപാട് ദുരുപദേശ കൂട്ടങ്ങൾ നമ്മുടെ ലോകത്തിലുണ്ട്. നമ്മളതെല്ലാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ദൈവം സത്യം മനസ്സിലാക്കുവാൻ, സത്യപുസ്തകം മനസ്സിലാക്കുവാൻ നമുക്ക് ദൈവം കൃപ നൽകിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നാം പഠിച്ചു വരുമ്പോൾ വേറൊരു ഉപദേശം, ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഇത് മനുഷ്യരാണ് എഴുതിയെങ്കിലും അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകം, അവൻ്റെ നിയോഗം പ്രാപിച്ച് എഴുതപ്പെട്ട പുസ്തകമാണ്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുകയാണ്. ആ കാര്യങ്ങളാണ് എഴുതി നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തെ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നു. ഹോളി സ്പിരിറ്റ് സിഗ്നിഫൈ, ഒരു പ്രത്യേക കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞ പഴയ നിയമ സമാഗമന കൂടാരത്തിൽ അതിൻ്റെ വിവിധ സ്ഥാനങ്ങളെക്കുറിച്ചും വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ആ കർട്ടൻ ഉള്ളിടത്തോളം കാലം അതിന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമില്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ദൈവവചനമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ 10-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? സാക്ഷീകരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷിയാണ് ഈ ദൈവിക സത്യങ്ങൾക്ക്. സുവിശേഷം, വിശ്വാസമെന്ന വ്യവസ്ഥ, വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം, വിശ്വാസത്താലുള്ള തേജസ്കരണം, ഇതെല്ലാം ദൈവിക ഉപദേശങ്ങളാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ മാറ്റിമറിച്ച് മനുഷ്യൻ്റെ പിന്നാലെ പോയാൽ അവർ പോണോടത്ത് നമ്മൾ പോകും എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്ന ആ ദൈവത്തിലെ മർമ്മപ്രധാന വ്യക്തി യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലും വിശ്വസിച്ചാൽ യേശുക്രിസ്തുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയും. അവൻ്റെ വാഗ്ദാനങ്ങളിൽ, അവൻ്റെ അവകാശങ്ങളിൽ നമുക്ക് അവകാശികളായിത്തീരാൻ. എത്രയോ അനുഗ്രഹീതമായ സുവിശേഷമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരുപാട് ദൈവിക സത്യങ്ങൾ നമുക്ക് വിളമ്പിത്തരുന്ന
ഒരു പുസ്തകമാണ് നമ്മളെ എബ്രായ ലേഖനം. അത് ആ വിധത്തിൽ പഠിക്കാനും പഠിപ്പിക്കുവാനും ദൈവം സഹായിക്കണം. ദൈവത്തിന് കൃപ ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ആവശ്യമാണ്. എന്നാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സത്യാസുവിശേഷത്തിലേക്ക്, വിശ്വാസം എന്ന വ്യവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാലും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അതിൽ വിശ്വസിക്കുവാനും അതിൻ്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാനും നിത്യമായ പ്രത്യാശയും ഞങ്ങളുടെ ഉണ്ടാകുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.